നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞ് ശബ്ദമുയർത്തിയ പലരും ഇപ്പോൾ നിലപാട് മാറ്റിയെന്ന വിമർശനവുമായി സംവിധായകൻ ബൈജു കൊട്ടാരക്കര. സിനിമയിൽ തുടർന്നും മുന്നോട്ട് പോകേണ്ടത് കൊണ്ടാണ് ഈ നിലപാട് മാറ്റം. പണ്ട് തിലകൻ ചേട്ടൻ പറഞ്ഞതുപോലെയുള്ള മാഫിയ സംഘം മലയാള സിനിമയിൽ ഉണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് അമ്മയോട് ബഹുമാനമാണ്. എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ്. ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചു എന്ന് പറയരുത്. അങ്ങനെ പറയുന്നുണ്ട്. അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. ഒരു കലാകാരനാണ് സംവിധായകൻ. കലാകാരന് സ്വാതന്ത്ര്യം വേണം. മാനസികമായ സ്വാതന്ത്ര്യവും അല്ലാത്ത സ്വാതന്ത്ര്യവും വേണം. ഇന്ത്യൻ ഭരണഘടനയെ പറഞ്ഞ സ്വാതന്ത്ര്യം വേണം. ആരെങ്കിലും ഭയപ്പെട്ടൊരു പടം ചെയ്യാൻ ഒക്കില്ല. പടം ചെയ്യുന്നവൻ ഭയപ്പെടാതെ ചെയ്യണം. ആ ജോഷിയാണ് ചോദിച്ചത്, നീ വിനയന്റെ പടത്തിൽ അഭിനയിച്ചൂടാ, പ്രശ്നമായല്ലോ. ഉണ്ണികൃഷ്ണൻ തിലകനെ കട്ട് ചെയ്തു. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആള്, ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന തിലകനെ കട്ട് ചെയ്തു, പിന്നെയാണോടാ നീ ചുറ്റുപാട് നടക്കുന്നതൊന്നും നീ അറിയുന്നില്ലടാ എന്ന്. ഞങ്ങളിതൊക്കെ തീരുമാനിച്ചിരിക്കുക. ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി പറയാം ക്രിസ്ത്യൻ ബ്രദേഴ്സിന് എന്ത് സംഭവിച്ചു എന്ന്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി അതിന്റെ പ്രൊഡ്യൂസറായ ഈ സുബൈർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്റെ ഈ വീട്ടിൽ വന്ന് ഇവിടെ വന്നിരുന്ന് ഈ കസേരയിൽ ഇരുന്നിട്ട് എന്നോട് വളരെയധികം സംസാരിച്ചു. അതിനു മുമ്പ് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. മീശമാധവൻ എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഞാനെന്ന്. മീശമാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എന്റെ ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ എന്റെ ബാപ്പയെ പോലെ കാണുന്നു എന്ന് പറഞ്ഞു. ഞാനും എന്റെ ഒരു മകന്റെ സ്ഥാനത്ത് വിളിച്ചോട്ട് സംസാരിച്ചു. ഞാൻ ഇനിയും വരും ചേട്ടനെ കാണാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത് വന്നത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നുള്ള ചിത്രത്തിന് എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഈ പറയുന്ന ചിത്രം, ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ് നടന്നില്ല. അതിന് സുബൈർ എന്നെ വിളിച്ച് പറഞ്ഞ കാരണം, ഇത് ചേംബർ ഓഫ് കൊമേഴ്സുകാർ സമ്മതിക്കുന്നില്ല. കാരണം 3.5 കോടി രൂപയിൽ കൂടുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന ചിത്രങ്ങൾ അനുവദിക്കുകയല്ല എന്നൊരു തീരുമാനമുണ്ട്. എന്തുകൊണ്ട് ഈ സുബൈർ എന്നെ മാറ്റി? ഞാൻ സുബൈറിനെ വിളിച്ച് ചോദിച്ചു, നേരിട്ട് വിളിച്ചു, എന്ത് പറ്റി സുബൈറെ? സുബൈർ എന്നോട് പറഞ്ഞത്, ചേട്ടാ അവര് സമ്മതിക്കുന്നില്ല. ഞാൻ ആരാണ് ഈ അവരെന്ന് വെച്ചാൽ അത് പിന്നെ ഈ ഫെഫ്ക. അമ്മയൊന്നും പറഞ്ഞില്ല കേട്ടോ, അമ്മയൊന്നും പറഞ്ഞിട്ടില്ല, അമ്മ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഫെഫ്കയേക്കാൾ വലിയ ഒന്നാം പ്രതി അമ്മയാണെന്ന്. ആ 15 അംഗ മാഫിയ സംഘമാണ് പലരുടെയും നിലപാട് മാറ്റത്തിന് പിന്നിൽ. തിലകൻ ചേട്ടനെ വിലക്കുന്നതിൽ മുന്നിൽ നിന്നത് ബി ഉണ്ണികൃഷ്ണനാണല്ലോ. ഇപ്പോൾ ഫെഡറേഷൻ പിളർത്തിയതിനെ കുറിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആരാണ് പിളർത്തിയത്? തുളസിദാസ് വിഷയത്തിൽ ദിലീപാണ് അത് ചെയ്തതെന്ന് വളരെ വ്യക്തമല്ലേ എന്നും ബൈജു കൊട്ടാരക്കര ചോദിക്കുന്നു. ഇതൊക്കെ പച്ചയായ വർത്തമാനങ്ങളല്ലേ? ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു പേര് ദിലീപാണെന്ന് ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ചാനലുകൾ അദ്ദേഹത്തിന്റെ പടം ഉൾപ്പെടെ വെച്ച് പുറത്തുവിടുന്നു. മലയാളത്തിലെ ചാനലുകൾ എന്തുകൊണ്ടാണ് ഇത് മറച്ചുവെക്കുന്നത്? പല കാര്യങ്ങളും മറച്ചുവെക്കുന്നുണ്ട് എന്ന് ബൈജു കൊട്ടാരക്കര പറഞ്ഞു. 10-35 വർഷമായി ഞാൻ ഈ സിനിമയുടെ ചോറുണ്ട് തുടങ്ങിയിട്ട്. സിനിമാ മേഖലയിൽ അലിഖിതമായ നിയമങ്ങൾ ഉണ്ടെന്ന് മാലാ പർവതി പറഞ്ഞു. ശരിയാണ്, ഈ അലിഖിത നിയമങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള ചൂഷകന്മാർക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ്. ഞങ്ങൾക്ക് എന്തുമാകാം, ഞങ്ങളെ ധിക്കരിച്ചാൽ നീ സിനിമയിൽ ഉണ്ടാകില്ല എന്നതാണ് ചൂഷകന്മാരുടെ നിയമങ്ങൾ. തിലകനും വിനയനും പാർവതി തിരുവോത്തും ഞാനുമൊക്കെ ഈ ചൂഷകന്മാരുടെ ഇരകളാണ്. 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് മുമ്പും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നതും ഇതേ റിപ്പോർട്ടിലാണ്. ക്രിമിനലുകളായ ഡ്രൈവർമാർ സിനിമാ ലൊക്കേഷനിൽ ഉണ്ടെന്നും പറയുന്നു. കൂടെ കിടന്നില്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഇല്ല എന്ന്. സിനിമാ വ്യവസായത്തെ മൊത്തമായി നശിപ്പിക്കുന്നത് വെളിയിൽ നിന്നും ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ആളുകളാണോ അതോ അതിനകത്ത് തന്നെയുള്ള പുഴുക്കുത്തുകളാണോ എന്ന് ആദ്യം ആലോചിക്കണം. 4.5 വർഷമായി റിപ്പോർട്ട് പുറത്തുവിടാത്തതിനുള്ള ക്യാപ്സൂളുകളും ന്യായീകരണങ്ങളും ഒരുപാട് വരുന്നുണ്ടെന്നും ബൈജു കൊട്ടാരക്കര കൂട്ടിച്ചേർക്കുന്നു. സിനിമാ മേഖലയിലെ അനീതികൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത്. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുമാരെ വിതരണം ചെയ്യുന്ന ഏജന്റുമാർ മുതൽ സംവിധായകൻ വരെ ചൂഷണം ചെയ്യുന്നു. മലയാള സിനിമയിൽ ഒരു 15 അംഗ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് തുടങ്ങിയ ശ്രദ്ധേയ പരാമർശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്.
അതേസമയം വ്യക്തികളുടെ പേര് പരാമർശിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിലെ ഒരു അംഗം ദിലീപ് ആണെന്ന് ബൈജു കൊട്ടാരക്കര അവകാശപ്പെടുന്നത്. റിപ്പോർട്ടിൽ ദിലീപിന്റെ പേര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഔദ്യോഗികമായി അത് പുറത്തു വന്നിട്ടില്ല. അതിനാൽ തന്നെ ബൈജു കൊട്ടാരക്കര നിയമപരമായ നടപടികൾ നേരിടേണ്ടി വന്നേക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. Where entertainment meets information. Watch SAC News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.